ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മദ്രാസ് മാറ്റിനി എന്ന മൂവിയാണ്. ഒരു മിഡിൽ ക്ലാസ് വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയിൽ കാണിക്കുന്നത്. അവസാനം നമ്മളെ കണ്ണ് നിറയ്ക്കുന്ന രീതിയിലുള്ള കുറെ എലമെന്റ്സും ഈ ഒരു മൂവിയിലുണ്ട്. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മൂവിയുടെ തുടക്കത്തിനെ കാണിക്കുന്നത് ഒരു എഴുത്തുകാരനെയാണ്. അയാളെ JR എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അയാളുടെ ബിൽഡിങ്ങിൽ തന്നെ താമസിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ലില്ലി. ഇയാളുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് പറയുന്നുണ്ട്, ഈ സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങളൊക്കെ എഴുതാതെ വേറെ ഏതെങ്കിലും നല്ല കഥകൾ എഴുതിക്കൂടെ എന്ന്. നമ്മുടെ നാട്ടിലെ കോമൺ മാൻസിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ലില്ലി പറയുകയാണ്. അങ്ങനെ ലില്ലി പറഞ്ഞത് പ്രകാരം അയാളാണെങ്കിൽ ആരെ കുറിച്ച് എഴുതുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. മിഡിൽ ക്ലാസ്സുകാരുടെ ലൈഫിൽ അഡ്വഞ്ചറായിട്ട് എന്താ ഉള്ളത്? മൊത്തം ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. എഴുതാനായിട്ട് അവരെ പറ്റി എന്താണുള്ളതെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് തന്റെ വീട്ടിൽ ജോലിക്കാരനെ അയാൾ കാണുന്നത്. അയാളോട് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്ക് മുട്ടുവേദന ഉണ്ടെന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഏയ് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, അങ്ങനെയല്ല, നിനക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നീ എപ്പോഴെങ്കിലും കരയാറുണ്ടോ? ഞാൻ മദ്യപിക്കുമ്പോൾ മാത്രമേ കരയാറുള്ളൂ. അങ്ങനെ മദ്യപിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആൾക്കാരുടെ വിഷമങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെ JR ആണെങ്കിൽ ഒരു മദ്യഷോപ്പിലേക്ക് പോകുന്നു. അവിടെ ഇരിക്കുന്ന രണ്ടുപേരെ കാണുന്നുണ്ട്. ഇയാളുടെ പേര് ഗെയിൽ എന്നും ഇയാളുടെ പേര് കണ്ണൻ എന്നുമാണ്. ഗെയിൽ പറയുന്നുണ്ട്, ഈ കണ്ണൻ ഇത്രയും നാളും മദ്യപിക്കില്ലായിരുന്നു, ഇന്ന് ആദ്യമായിട്ടാണ് അവൻ മദ്യപിക്കാൻ വന്നിരിക്കുന്നത്, അവൻ അത്രയധികം വിഷമമുണ്ട്. അങ്ങനെ നമ്മുടെ JR എഴുതുന്ന കണ്ണന്റെ കഥയാണ് ഈ ഒരു മൂവിലൂടെ കാണുന്നത്. കണ്ണൻ ഒരു സാധാരണ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അയാളുടെ ഏരിയയിൽ സ്ഥിരമായിട്ട് കറണ്ട് പോകുമായിരുന്നു. പാർട്ടിക്കാരനായ രഘുവിനെയും കൂട്ടി അയാളാണെങ്കിൽ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വന്ന് പരാതി കൊടുക്കുന്നു. അതൊക്കെ നോക്കാമെന്ന് ഓഫീസർ മറുപടി പറയുന്നു. ഇതിനൊക്കെ എന്തിനാണ് പാർട്ടിക്കാരെ കൊണ്ടുവരുന്നതെന്ന് ഓഫീസർ ചോദിക്കുന്നു. ഒന്നുമില്ല, ഒരു റെക്കമെൻഡേഷന് വേണ്ടി വന്നതാണെന്നാണ് കണ്ണൻ പറയുന്നത്. വലിയ ആൾക്കാരായിട്ടൊന്നും കണ്ണന് വലിയ പിടിപാടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഇങ്ങനെ രഘുവിനെയായിരുന്നു അയാളുടെ റെക്കമെൻഡേഷന് വേണ്ടി വിളിച്ചുകൊണ്ടിരുന്നത്. രഘുവിനെ കൂടാതെ കണ്ണന്റെ അടുത്ത കോൺടാക്ട് ആയിരുന്നു വീടുകൾ തോറും അച്ചാർ കൊണ്ടുപോയി വിൽക്കുന്ന എല്ലാവരും പിക്കളങ്ങൾ എന്ന് വിളിക്കുന്ന ഈ ഒരു വ്യക്തി. അയാളാകട്ടെ എപ്പോഴും കണ്ണനെ കണ്ടാലും ഉപദേശമാണ്. കണ്ണന്റെ മകള് ബാംഗ്ലൂരിൽ IT കമ്പനി ജോലി ചെയ്യുന്നു. മകനാകട്ടെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ നിൽക്കുന്നു. എന്നാൽ എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നിങ്ങനെ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ രഘുവും പിക്കളങ്ങളും പറയുന്ന കാര്യങ്ങളല്ലാതെ പുറത്തെടുക്കുന്ന വലിയ കാര്യങ്ങളൊന്നും തന്നെ കണ്ണൻ അറിയില്ല. മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കണ്ണൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ദിനേശ് എന്നാണ് കണ്ണന്റെ ഇളയ മകന്റെ പേര്. അവന്റെ നായ്ക്കുട്ടി ബ്രൗണിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ചേരണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. എന്നാൽ കോളേജിലൊക്കെ പോകണമെങ്കിൽ ലോൺ എടുത്തെങ്കിലും പറ്റൂ. ഫീസ് കെട്ടാനൊന്നും കണ്ണന്റെ കയ്യിൽ അത്രയും കാശില്ല. ഇനി കണ്ണന്റെ വൈഫായിട്ടുള്ള കമലത്തെ കാണിക്കുന്നു. അവൾ ഒരു ഹൗസ് വൈഫ് ആയിരുന്നു. കണ്ണനും കണ്ണന്റെ മകൾ ദീപികയായിരുന്നു ആ വീട്ടിൽ സമ്പാദിക്കുന്ന വ്യക്തികളെ. കോളേജിൽ ഏത് കോഴ്സാണ് എടുക്കാൻ പോകുന്നതെന്ന് കണ്ണനാകട്ടെ ദിനേശിനോട് ചോദിക്കുമ്പോൾ ദിനേശ് പറയുന്നു കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന്. എന്നാൽ IT ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് ആ പിക്കളങ്ങൾ പറഞ്ഞല്ലോ എന്ന് അയാൾ പറയുന്നു. അയാൾ പറയുന്നതൊക്കെ അച്ഛൻ എന്താണ് കേൾക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. എപ്പോ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് മാത്രം അച്ഛൻ ഒന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട എന്ന് ദിനേശ് പറയുന്നു. ദീപികയ്ക്ക് വേണ്ടിയിട്ട് ഇവരിപ്പോ കല്യാണാലോചനകൾ നോക്കുന്നുണ്ട്. പണ്ട് ദീപിക കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പയ്യനെ പ്രണയിച്ചിരുന്നു. എന്നാൽ ആ ഒരു റിലേഷൻഷിപ്പ് ശരിയാകില്ല എന്ന് കണ്ണൻ പറഞ്ഞത് കാരണം ദീപിക ആണെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ വീട്ടുകാർ കൊണ്ടുവരുന്ന പയ്യന്മാരെ അവൾ കണ്ടുകൊണ്ടിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ആഹാരം കഴിച്ചിട്ട് കണ്ണൻ നേരെ ഓട്ടോ ഓടാൻ പോകും. ദിനേശ് ആകട്ടെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് ഫോൺ കുത്തി അവിടെ ഇരിക്കും. അവന്റെ സൈഡിലായിട്ടിരിക്കുന്ന ഈ ഒരു 2 വീലർ കണ്ടില്ലേ, ഇത് നേരത്തെ തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നവരുടെ ആയിരുന്നു. കുറച്ച് കേടായിരിക്കുകയാണ്. അത് കാരണം അവരാകട്ടെ അത് കൊണ്ടുപോയില്ല. നമ്മുടെ ദിനേശിന് അവന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ദിവ്യ എന്നൊരു പെൺകുട്ടിയെ ഇഷ്ടമുണ്ട്. എന്നാൽ അവളോട് ഇതുവരെ അവൻ തുറന്നു പറഞ്ഞിട്ടില്ല. ബ്രൗണിയുമായി ചേർന്നിട്ടുള്ള അവന്റെ സ്റ്റാറ്റസിനെല്ലാം തന്നെ അവൾ ലവ് ഇമോജി അയക്കുമ്പോൾ അവൻ ഒരുപാട് സന്തോഷിക്കും. കാരണം അവൻ ആകെ ലവ് ഇമോജി അയക്കുന്നത് അവൾ മാത്രമായിരുന്നു. പക്ഷെ അവളാകട്ടെ ഒരുപാട് പേർക്ക് ഇതുപോലെ അയക്കും. കമലത്തിന് ഒരു ദിവസത്തെ റൊട്ടീൻ ഇങ്ങനെയാണ്. 8:30 ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. 8:30 ആകുമ്പോൾ ചായയും കുടിച്ചുകൊണ്ട് ജോലികൾ ചെയ്യും. 12 മണിക്ക് ഇഷ്ടപ്പെട്ട സീരിയലും കണ്ട് പച്ചക്കറി എല്ലാം തന്നെ അരിയും. 1 മണി ആകുമ്പോഴത്തേക്ക് ലഞ്ച് റെഡിയാക്കും. 3 മണി കഴിയുമ്പോഴത്തേക്കും തുണിയെല്ലാം തന്നെ കഴുകി ഉണക്കും. 5 മണിക്ക് വീടെല്ലാം അടിച്ചു വാരി കോലമൊക്കെ വരച്ചിട്ട് 5:30 ആകുമ്പോഴത്തേക്കും ഒരു ചായ കുടിച്ച് സമാധാനത്തോടെ ഇങ്ങനെ ഇരിക്കും. പിന്നെ 6 മണിക്ക് ന്യൂസും കണ്ട് 8:30 ആകുമ്പോഴത്തേക്കും ഡിന്നർ റെഡിയാക്കി ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കമലത്തിന്റെ മനസ്സ് മുഴുവൻ തന്റെ മകൾ ദീപികയെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അവൾ ബാംഗ്ലൂരിൽ പോയി ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയാണല്ലോ എന്നാണ് അവളുടെ വേദന. അതുപോലെ തന്നെയായിരുന്നു കണ്ണന്റെ മനസ്സിലും. വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് അയാൾക്കറിയാം. അയാൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ അവളെ വിളിച്ച് സംസാരിക്കും. അങ്ങനെ ഇപ്പോൾ വിളിച്ചിട്ട് ഒരു പയ്യൻ അവളെ കാണാൻ വേണ്ടി വരുന്നുണ്ടെന്നുള്ള കാര്യം സംസാരിക്കുന്നുണ്ട്. ബാംഗ്ലൂർ തന്നെയുള്ള ഒരു ടീംസ് ആയിരുന്നു. ഏതെങ്കിലും ഒരു കഫേയിൽ വെച്ചിട്ട് അവർ തമ്മിൽ മീറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പയ്യനെ കണ്ടിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ കട്ട് ചെയ്യുന്നു. വയസ്സ് കൂടി വരുന്നതോറും ഇവർക്കാണ് ടെൻഷനുണ്ട്. അവളുടെ വിവാഹം നടക്കാതിരിക്കുമോ എന്ന്. ഒരു എഡ്ജ് കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളെ ചുറ്റുമുള്ള ആൾക്കാർ മറ്റു രീതിയിലാണല്ലോ നോക്കുന്നത്. എല്ലാവരുടെ കണ്ണ് എപ്പോഴും അവരിൽ ഉണ്ടാകും. ദീപിക അതെല്ലാം തന്നെ ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ ഒരു പയ്യനെ കാണുന്നു. കിഷോർ എന്നാണ് അവന്റെ പേര്. നമ്മളിപ്പോൾ മീറ്റ് ചെയ്യുന്നത് എന്റെ അമ്മ അറിഞ്ഞിട്ടില്ല. കാരണം എന്റെ അമ്മയ്ക്ക് എന്നോട് കുറച്ച് സ്നേഹം കൂടുതലുണ്ട്. അതുകൊണ്ട് അവരുടെ കൂടെ വന്ന് എന്നെ കണ്ടാൽ മതി എന്നാണ് ആദ്യമേ പറഞ്ഞത്. അതുകൊണ്ട് രണ്ടാമത് അമ്മയുമായിട്ട് വന്ന് കാണുന്ന സമയത്ത് നമ്മളിപ്പോൾ കണ്ട കാര്യമൊന്നും തന്നെ പറയണ്ട എന്ന് അവൻ പറയുന്നുണ്ട്.
അതിനൊക്കെ അവൾ ഓക്കെ പറയുന്നുണ്ട്. പിന്നീട് അവളുടെ ലൈഫിനെ പറ്റി ഒന്നും സംസാരിക്കാതെ കിഷോർ ആകട്ടെ അവൾക്ക് ഇഷ്ടപ്പെട്ട മൂവി ഏതാണ്, ഇഷ്ടപ്പെട്ട കളർ ഏതാണ്, ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ, നമുക്ക് ദീപിക ആരാണെന്നും അവളുടെ ലൈഫ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. വിവാഹശേഷം കണ്ണനും കമലത്തിനും ദീപിക ജനിച്ചപ്പോൾ നാട്ടിലെങ്കിൽ പെൺകുട്ടി ജനിക്കാത്ത പോലെയായിരുന്നു കണ്ണന്റെ സന്തോഷം. ദീപികയുടെ അമ്മൂമ്മയായിരുന്നു അവളെ സ്കൂളിൽ കൊണ്ടുവന്നിട്ടിരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ അവളാണെങ്കിൽ ഒരു എബോ ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. ക്ലാസ് ലീഡർ ആയതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന കുട്ടികളുടെ പേരെല്ലാം തന്നെ അവർ എഴുതാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു തവണ 2 കുട്ടികളുടെ പേരെഴുതി. ആ കുട്ടികൾക്ക് ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നും അടിയും കിട്ടി. അവൾക്ക് അതുകൊണ്ട് ഒരുപാട് വിഷമം തോന്നി. ആ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളാണെങ്കിൽ ഒരു തേങ്ങാ ബണ്ണ് മേടിച്ചിട്ട് ഇവർക്ക് 2 പേർക്കും കൊടുക്കുന്നു. ഒരു കുട്ടി വാങ്ങി, മറ്റേ കുട്ടിയാണെങ്കിൽ ഇവളോട് ദേഷ്യപ്പെട്ടു. അവളൊരു കർമ്മിയാണെന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കി. അതിൽ അവൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. ദീപികയുടെ അമ്മൂമ്മയാകട്ടെ അവർക്ക് കിട്ടുന്ന 600 രൂപ പെൻഷനിൽ നിന്നും 200 രൂപ ഇവൾക്ക് വേണ്ടിയായിരുന്നു ചെലവാക്കിക്കൊണ്ടിരുന്നത്. ഇവളോട് അത്രയധികം സ്നേഹമായിരുന്നു അവർക്ക്. വൈകുന്നേരം കണ്ണൻ എത്തിക്കഴിഞ്ഞാൽ ദീപിക എപ്പോഴും കണ്ണന്റെ കൂടെ കളിക്കുകയാണ്. അയാളുടെ മടിയിലിരുന്ന് ആഹാരം കഴിക്കും. സ്കൂളിലും ചുറ്റും നടക്കുന്ന എല്ലാ വിഷമങ്ങളും അവൾ വീട്ടിലെത്തുമ്പോഴാണ് മറക്കുന്നത്. ഒരു ദിവസം അവളാണെങ്കിൽ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ടിട്ട് കണ്ണനാണെങ്കിൽ കാര്യം അന്വേഷിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി തന്നെ കർമ്മിയെന്ന് വിളിച്ചു എന്ന് പറയുന്നു. ഞാൻ എന്താ ഇങ്ങനെ കറുത്തു പോയെന്ന് അവൾ ചോദിക്കുന്നു. അവളുടെ ആ ഒരു വിഷമം കണ്ടപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നീ കറുത്തിട്ടൊന്നുമില്ല, ആ കുട്ടി വെറുതെ പറഞ്ഞതാണെന്ന്. അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളുടെ മുഖത്ത് തേക്കുന്ന ക്രീമൊക്കെ തന്നെ അയാളാണെങ്കിൽ അവൾക്ക് വാങ്ങിക്കൊടുക്കുന്നു. പിന്നീട് അവൾ ആ ക്രീമൊക്കെ തെച്ചിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞിട്ട് കമലത്തിനും കണ്ണനും ഒരു മകൻ കൂടി ജനിച്ചു. തന്റെ അനിയന്റെ നിറം കണ്ടിട്ട് ദീപിക ചോദിക്കുന്നുണ്ട്, എന്തായാലും അനിയന്റെ നിറം മാത്രം ഇങ്ങനെയെന്ന്. ജനിക്കുന്ന കുട്ടികൾക്കെല്ലാം തന്നെ നിറമുണ്ടാകും, പോകെ പോകെ അവർക്കാണെങ്കിൽ കറുപ്പ് നിറമായി മാറുമെന്ന് കമലം പറയുന്നു. രണ്ടാമതൊരു കുട്ടി കൂടി ജനിച്ചത് കാരണം കണ്ണന്റെ ജോലിഭാരം കൂടി. അയാൾ നേരത്തെ ജോലിക്ക് പോകാൻ തുടങ്ങി. രാവിലെ അവൾ എഴുന്നേറ്റ് വരുമ്പോഴും ഒന്നും തന്നെ തന്റെ അച്ഛനെ കണ്ടില്ല. അവൾക്ക് അതിൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. തന്റെ അനിയന്റെ ജനനം വരികയും അവളാണെങ്കിൽ തന്റെ അച്ഛനെ കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടു ചെലവുകൾ കൂടിയ കാരണം അയാളാണെങ്കിൽ അതിരാവിലെ തന്നെ ജോലിക്ക് പോകാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവളുടെ അമ്മൂമ്മ മരിച്ചുപോയി. എല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ട് അവൾക്ക് മാത്രം വിഷമം വന്നു. കാരണം അവൾക്ക് ചെറുപ്പം മുതലേ കഥകൾ പറഞ്ഞു കൊടുത്തതും അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയെല്ലാം തന്നെ അവളുടെ അമ്മൂമ്മയായിരുന്നല്ലോ. തന്റെ അനിയന് അമ്മൂമ്മയുടെ സ്നേഹം അധികം കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്നും അവൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ അനിയനെ വളർന്നു വരികയാണ്. ഒരു ദിവസം കണ്ണനാകട്ടെ കമലത്തിനോട് പറയുന്നുണ്ട്, കുട്ടികളെ നമുക്ക് സ്കൂൾ മാറ്റാമെന്ന്. ഗവൺമെന്റ് സ്കൂളിൽ ആക്കുകയാണെങ്കിൽ ഫീസ് കുറച്ച് കൊടുത്താൽ മതിയല്ലോ. ഇപ്പോഴുള്ള സ്കൂള് അതും ഇതും പറഞ്ഞിട്ട് ഒരുപാട് ഫീസ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ അച്ഛന്റെ കഷ്ടപ്പാടൊക്കെ ദീപിക മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. പക്ഷെ അപ്പോഴേക്കും ദിനേശ് അതൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു സേട്ടിനടുത്ത് നിന്ന് വാടകയ്ക്ക് ഓട്ടോ എടുത്താണ് അയാൾ ഓടിക്കൊണ്ടിരുന്നത്. ഓടിക്കിട്ടുന്നതിന്റെ 1% അവിടെ കൊണ്ട് കൊടുക്കേണ്ടതാണ്. 2 ദിവസമായിട്ട് അയാൾ അത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സേട്ടിന്റെ ആള് അന്വേഷിച്ചു വരുന്നു. ഈ ആഴ്ച അവസാനം എല്ലാം ചേർത്തിട്ട് തരാമെന്ന് കണ്ണൻ പറയുന്നുണ്ട്. അച്ഛന്റെ വിഷമം മനസ്സിലാക്കി ദീപികയും അയാളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ഇപ്പൊ പോയിക്കോ, അച്ഛൻ എന്തായാലും തരുമെന്ന് അവൾ സംസാരിക്കുന്നു. അവളുടെ സംസാരം കേട്ടപ്പോൾ അത് സാരമില്ല മോളെ എന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ തിരിച്ചുപോയി. ആ ഏരിയയിൽ സ്ഥിരമായിട്ട് കളിക്കാൻ കുറച്ച് കുട്ടികൾ വരാറുണ്ടായിരുന്നു. അതിലെല്ലാവരും എടുത്തിട്ട് അടിക്കുന്ന ഒരു കുട്ടിയുടെ പേരായിരുന്നു വിനോദ്. തന്നെ കൂടി കളിക്കാൻ കൂട്ടുമെന്ന് ദീപിക ചോദിച്ചപ്പോൾ ഒരു ചെക്കനാകട്ടെ അവൾ എന്തൊക്കെയോ പറയുന്നു. അത് കേട്ട് വിനോദിന് ദേഷ്യം വന്നിട്ട് അവനാകട്ടെ ആ ചെക്കന്റെ മുഖത്തൊരെണ്ണം കൊടുക്കുന്നു. അവനിങ്ങനെ എല്ലാവരോടും വയലന്റ് ആയിട്ട് പെരുമാറുന്നതിന് കാരണം അവന്റെ വീട്ടിൽ നേരിടുന്ന ആ ഒരു വയലൻസ് ആണ്. അവന്റെ അച്ഛൻ അവനെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. പതിയെ പതിയെ ദീപിക വീട്ടിലെ കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. പല ദിവസവും സാധനങ്ങൾ വാങ്ങാൻ ചെല്ലുമ്പോൾ മുഴുവൻ ക്യാഷും കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല. പറ്റില്ല എഴുതിക്കോ എന്ന് പറഞ്ഞിട്ടായിരുന്നു സാധനങ്ങളുമായിട്ട് അവർ വീട്ടിലേക്ക് വരുന്നത്. അതുവരെ ഒരുപാട് കറികളൊക്കെ കൂട്ടി കഴിച്ചുകൊണ്ടിരുന്നതാണ്. പതിയെ പതിയെ കറികളുടെ എണ്ണമെല്ലാം തന്നെ കുറഞ്ഞു. അങ്ങനെ ഉത്സവ നാളുകൾ വന്നപ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു. ദിനേശിന് ഓൾറെഡി ഡ്രസ്സ് എടുത്തതാണ്. എന്നിട്ടും അവൻ വീണ്ടും വീണ്ടും അതും ഇതൊക്കെ കണ്ടിട്ട് വേണമെന്ന് പറയുന്നു. എന്നാൽ കമലയാണെന്നുണ്ടെങ്കിൽ അവനെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. കഷ്ടപ്പാട് മനസ്സിലാക്കിയ ദീപികയാണെങ്കിൽ ഒന്നിനും നിർബന്ധം പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. താൻ ആഗ്രഹിച്ചതൊക്കെ വാങ്ങിക്കൊടുക്കാത്ത കാരണം ദിനേശ് ആകട്ടെ എല്ലാവരോടും TV കൊണ്ടിരിക്കുന്ന സമയത്ത് ആരും കാണാതെ പുറത്തിറങ്ങിപ്പോയി. ആഹാരം കഴിക്കാൻ സമയമായപ്പോൾ ദിനേശിനെ കാണാത്ത കാരണം ഇവരെല്ലാം തന്നെ അന്വേഷിച്ചിറങ്ങി. ആരും അവനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അതോടുകൂടി ഇവരെല്ലാം തന്നെ പേടിക്കുന്നു. പോലീസിനെ വരെ വിളിക്കുന്ന അവസ്ഥയുണ്ടായി. ദിനേശ് ആകട്ടെ നമ്മുടെ വിനോദിന്റെ കൂടെ എവിടെയോ പോയിരിക്കുന്നു. കണ്ണനും കമലയും എല്ലാം തന്നെ ആകെ തകർന്നിരിക്കുകയാണ്. ഒടുവിൽ ഗെയിലും ദീപികയും പോയിട്ട് ചെന്ന് അവനെ കണ്ടെത്തി കൊണ്ടുവരുന്നു. അവനെ തിരിച്ചു കിട്ടിയപ്പോഴാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ജീവൻ വീണത്. ഇവനെ നീയാണ് കൂട്ടിക്കൊണ്ടു പോയെന്ന് കമൽ വിനോദിനോട് ചോദിക്കുന്നു. എന്നാൽ വിനോദ് പറയുന്നു അവൻ ശരിക്കും സങ്കടപ്പെട്ട് ഇവിടെ ഒന്നും ഇറങ്ങിപ്പോയതാണെന്ന്. അവൻ ആഗ്രഹിച്ച തുണി നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ, അതിന്റെ ദേഷ്യമായിരുന്നു അവന്. അത് കേട്ടപ്പോൾ കമലത്തിന് വിഷമം തോന്നുന്നു. അവൾ കണ്ണനോട് പറയുന്നുണ്ട് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന്. കുറച്ച് വലുതായി കഴിയുമ്പോൾ ദീപികയാണെങ്കിൽ നമ്മളെ പൊന്നുപോലെ നോക്കുമെന്ന്. അങ്ങനെ ദീപികയുടെ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ പ്രസന്റിലേക്ക് വരാം. പണ്ട് സേട്ടിന്റെ വീട്ടിൽ ഓട്ടോ ഓടിക്കൊണ്ടിരുന്ന കണ്ണനാണെങ്കിൽ ഇപ്പോൾ സ്വന്തമായിട്ട് ഓട്ടോ വാങ്ങിയാണ് ഓടുന്നത്. എന്നാൽ പോലും ദീപികയുടെ വിവാഹത്തിന് കുറച്ചുകൂടി പണം സ്വരൂപിക്കാനുണ്ട്. അതിന് ഈ ജോലി മാത്രം ചെയ്തിട്ട് കാര്യമില്ല. വേറെ എന്തെങ്കിലും ജോലിയെ പറ്റി നമ്മുടെ പിക്കിൾ മാമനോട് സംസാരിച്ചു നിൽക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ആ സേട്ടിന്റെ വീട്ടിൽ ഞാൻ പോയ സമയത്ത് അവിടെ ഒരു സ്ത്രീ പറഞ്ഞത് അവിടെ ഒരു കാർ കിടപ്പുണ്ടെന്നാണ്. അത് അവര് റെന്റിന് കൊടുത്തതാ. പക്ഷെ അയാൾ മദ്യപിച്ച് ആ വണ്ടി എവിടെ കൊണ്ടുപോയി ഇടിച്ചു. അതിപ്പോൾ വർക്ക്ഷോപ്പിലാണെന്ന്. മദ്യപിക്കാത്തതും കറക്റ്റായിട്ട് റെന്റ് തരുന്നതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കാർ ഓടിക്കാൻ ഒരാൾ വേണമെന്ന് പറയുന്നു. നീ ഒരു കാര്യം ചെയ്യ്, വിവാഹത്തിനുള്ള കാശ് ആ സേട്ടിന്റെ കയ്യിൽ നിന്നും വാങ്ങും. പകരമായിട്ട് അവരുടെ കാർ ഓടി ആ ഒരു കാശ് തിരിച്ചടച്ചാൽ മതി. നീ ഇപ്പോൾ ഓട്ടോ ഓടുന്നതിനേക്കാളും വലിയ കാശ് ആ ഒരു ക്യാബ് ഓടി കഴിഞ്ഞാൽ നിനക്ക് കിട്ടും. എന്നാൽ കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് കാർ നല്ലപോലെ ഓടിക്കാൻ അറിയില്ല എന്ന്. അതൊന്നും സാരമില്ല, അടുത്തൊരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്, നീ അവിടെ പോയി കഴിഞ്ഞാൽ എന്റെ പേര് പറഞ്ഞാൽ മതി, അവിടെ
അവിടെ നിനക്കെല്ലാം പഠിച്ചെടുക്കാമെന്ന്. ഇവിടെ നമ്മുടെ ദിനേശ് ആകട്ടെ ബ്രൗണിയുടെ കൂടെയുള്ള സെൽഫി എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടുകയാണ്. അവൻ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടി ദിവ്യ ആകട്ടെ അതിനൊന്നും അതിനെ ലൈക്ക് ചെയ്യുന്നില്ല. പണ്ടൊക്കെ അവൾ കുറച്ചെങ്കിലും മൈൻഡ് ചെയ്യുമായിരുന്നു, ഇപ്പോഴാണെങ്കിൽ ഒട്ടും മൈൻഡ് ചെയ്യാത്ത കാരണം അവനാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. നായെ കെട്ടിപ്പിടിച്ച് അവനാണെങ്കിൽ ഇരുന്ന് കരയുകയായിരുന്നു. അന്ന് രാത്രിയിൽ കണ്ണനാകട്ടെ കമലത്തിനോട് ഈ കാർ ഓടിക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അവരാണെങ്കിൽ ഈ കാര്യം ദീപികയോട് പറയുന്നു. എന്നാൽ ദീപിക പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന്. വെറുതെ ഇങ്ങനെ ലോൺ അടയ്ക്കാൻ അച്ഛൻ കഷ്ടപ്പെടണ്ട, എനിക്ക് എന്തായാലും യുഎസിലേക്ക് വിസ ഉടനെ കിട്ടും. ക്ലയന്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാം ഓക്കെ ആണ്. വിസയുടെ ഫോർമാലിറ്റീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ യുഎസിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ തീരും. ദിനേശിനോട് കണ്ണൻ പറയുന്നുണ്ട് നിന്റെ +2 മാർക്കൊക്കെ വന്നില്ലേ, കോളേജിലേക്ക് ഇനി അഡ്മിഷൻ എടുക്കണ്ടേ, അതിനു മുമ്പ് നമുക്കൊരു എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ രഘുവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ബാങ്ക് മാനേജറിനോട് ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ. എന്തിനാ റെക്കമെൻഡേഷനൊക്കെ, നമുക്ക് പോയി ഡയറക്റ്റ് ചോദിച്ചാൽ പോരെ എന്ന് ദിനേശ് ചോദിക്കുന്നു. എന്നാൽ രഘു എന്ന് വിളിച്ച് പറയുന്നത് നല്ലതാണെന്ന് കണ്ണൻ പറയുന്നത്. ആദ്യം രഘുവിന്റെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അയാളെ കൊണ്ട് ബാങ്ക് മാനേജർ വിളിപ്പിക്കുന്നു. ആ ടൈമിൽ മാനേജറിന്റെ അടുത്ത് വേറെ ഒരു എഡ്യൂക്കേഷൻ ലോണിന് വന്ന പാർട്ടീസ് ഉണ്ടായിരുന്നു. അവർക്ക് ചായ കൊടുത്താണ് അയാൾ സ്വീകരിക്കുന്നത്. രഘുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം കണ്ണനാകട്ടെ ദിനേശിനോട് പറയുന്നുണ്ട് നീ ആ സൈക്കിൾ എടുത്തിട്ട് വന്നാൽ മതിയെന്ന്, ഞാൻ ഓട്ടോയിൽ വരാമെന്ന്. ഞാനെന്താ ഓട്ടോയിൽ വന്ന പ്രശ്നമെന്ന് ദിനേശ് ചോദിക്കുന്നു. പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് കണ്ണനാണെങ്കിൽ ഓട്ടോ എടുത്തുകൊണ്ട് പോയി. തന്റെ അച്ഛൻ തന്നോട് ഇങ്ങനെ കാണിക്കുന്നത് ഒന്നും തന്നെ ദിനേശ് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ കണ്ണനാണെങ്കിൽ ശരിക്കും അവനോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ലായിരുന്നു. തന്റെ ഫാമിലി മെമ്പേഴ്സിനെ ആരും തന്നെ കണ്ണനാണെങ്കിൽ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് പോകാറില്ല. അതിന് കാരണം മറ്റൊന്നും ആയിരുന്നില്ല, പലപ്പോഴും പലയിടത്ത് വെച്ചും പോലീസ് പിടിക്കുകയും കണ്ണനോട് മോശമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യും. അതൊന്നും തന്നെ കണ്ടിട്ട് തന്റെ ഫാമിലി മെമ്പേഴ്സ് വിഷമിക്കേണ്ടെന്ന് വരുത്തിയിട്ടാണ് കണ്ണൻ അങ്ങനെ ആരെയും വണ്ടിയിൽ കയറ്റാത്തത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ ജോലി ചെയ്യുന്നതിനിടയിലുള്ള കഷ്ടപ്പാടുകളൊന്നും തന്നെ വീട്ടിലാരും തന്നെ അറിയിക്കേണ്ട എന്നാണ് അയാൾ കരുതിയിരുന്നത്. ബാങ്കിലെത്തി കഴിയുമ്പോൾ മാനേജർ ആകട്ടെ അധികം റെസ്പെക്ട് ഒന്നും തന്നെ കൊടുക്കാതെയാണ് കണ്ണനോട് സംസാരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ദിനേശിന് ദേഷ്യം വരുന്നു. അവർക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും അയാൾ കൊടുത്തില്ല. ഇതിനു മുമ്പ് വന്ന പാർട്ടീസിനാണെങ്കിൽ കൊടുത്ത ഒരു ചായക്കപ്പ് ഉണ്ടല്ലോ അത് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് അവർക്ക് മനസ്സിലായി. എഞ്ചിനീയറിംഗിനാണ് അവൻ ചേരാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് നീ എന്നെ എഞ്ചിനീയറിംഗ് ചേരാൻ പോകുന്നതെന്ന്, വേറെ എന്തെങ്കിലും ഡിഗ്രി എടുത്താൽ പോരെ എന്ന്. അയാൾ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞപ്പോൾ ദിനേശിനാണെങ്കിൽ ദേഷ്യം വരാൻ തുടങ്ങി. അവൻ അയാളോട് പറയുന്നുണ്ട് ലോൺ ആപ്ലിക്കേഷൻ ഉള്ള ഫോം തന്നാൽ മതി, ഞാൻ ഫില്ല് ചെയ്ത് തരാമെന്ന്. അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ കണ്ണനാകട്ടെ പിന്നീട് നേരെ ഡ്രൈവിംഗ് സ്കൂളിലേക്കാണ് പോകുന്നത്. അവിടെ 2000 രൂപ കൊടുത്തിട്ടാണ് അയാൾ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത്. അന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തി കഴിഞ്ഞപ്പോൾ കമലമാണെങ്കിൽ വല്ലാതെ വീർത്ത് പിടിച്ച് നിൽക്കുന്നത് കണ്ണൻ കണ്ടു. കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത്ര നേരം കറണ്ട് ഇല്ലായിരുന്നു, ഇപ്പോഴാണ് വന്നതെന്ന് പറയുന്നു. ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി ഒന്ന് കംപ്ലൈന്റ് കൊടുക്കാൻ എത്ര തവണയായിട്ട് പറയുന്നു, ഞാനത് രഘുവിനോട് പറഞ്ഞിട്ടുണ്ട്, അവനത് നോക്കിക്കൊള്ളാമെന്ന് കണ്ണൻ പറയുന്നു. ഇത് കേട്ടത് ദിനേശിന് ദേഷ്യം വരുന്നു. എന്തിനാണ് ഈ തൊട്ടേനെ പിടിച്ചിനൊക്കെ രഘുവിനെ വിളിച്ച് പറയുന്നത്? ഇന്ന് ലോൺ എടുക്കാൻ പോയപ്പോൾ പോലും രഘുവിനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. അല്ലാതെ പോയാലും കാര്യം സാധിക്കും, വെറുതെ എന്തിനാണ് റെക്കമെൻഡേഷനൊക്കെ ആവശ്യം? അവർ നമുക്ക് ഒരു റെസ്പെക്ട് പോലും തന്നില്ല. എന്റെ കാര്യത്തിന് അച്ഛൻ ഒരിടത്തും പോയി നാണം കളയേണ്ട കാര്യമില്ല, എനിക്ക് എന്നെ നോക്കാൻ അറിയാം എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അവർ അങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കറണ്ട് പോയി. കണ്ണൻ പതിയെ ഡ്രൈവിംഗ് എല്ലാം തന്നെ പഠിച്ചെടുത്തു. അതിനിടയ്ക്ക് അയാളാകട്ടെ ദീപികയെ വിളിക്കുമ്പോൾ അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അന്ന് അവൾക്ക് ആ പയ്യനെ അമ്മനെ കാണാൻ വേണ്ടി പോകേണ്ട ദിവസമാണ്. അവൾ തന്റെ ബോസിനോട് പെർമിഷൻ ചോദിക്കുന്നു. നീ പയ്യനെ കാണാൻ പോവുകയാണെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാമെന്ന് അവളുടെ ബോസ് അവളോട് പറയുന്നു. തുടക്കമേ നീ പാവത്തെ പോലെ നിന്നിട്ട് കാര്യമില്ല, നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തുടക്കത്തിലെ നീ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കണം, അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കും. പിന്നെ എന്തിനേതിനും അമ്മയുടെ അഭിപ്രായം ചോദിക്കുന്നതും ഈ മമ്മാസ് ബോയ് ആയിട്ടുള്ള ആൾക്കാരില്ലേ അവരെ ഒരിക്കലും സെലക്ട് ചെയ്യാൻ പാടില്ല. പിന്നെ എപ്പോഴും നിന്റെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് നിന്റെ കരിയർ ആയിരിക്കണം. നീ യുഎസിലേക്ക് പോകാൻ റെഡി ആയിരിക്കുകയാണ്, അവർ കല്യാണം കഴിക്കാൻ ഉടനെ തന്നെ കുട്ടി വേണമെന്നൊക്കെ പറഞ്ഞ് നിന്റെ നിർബന്ധിക്കുകയാണെങ്കിൽ അതൊക്കെ തുടക്കത്തിൽ നീ പറഞ്ഞേക്കണം. ആദ്യം നിന്റെ കരിയർ, അത് കഴിഞ്ഞിട്ട് മതി നിന്റെ ഫാമിലി പ്ലാനിംഗ് ഒക്കെ. അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവൾക്കും പെർമിഷൻ കൊടുക്കുന്നു. അങ്ങനെ അവളെ കാണാൻ വരുന്ന ആ ഒരു പയ്യനാകട്ടെ അവന്റെ അമ്മയും അവന്റെ ആനിയനും കൂട്ടിയാണ് പോകുന്നത്. ഇവൾ അവരെ കാണാൻ പോകുന്ന കാര്യം നമ്മുടെ കണ്ണനും കമലത്തിനും അറിയാം. ഇത്രയും വലിയൊരു കാര്യത്തിന് തന്റെ മകളുടെ കൂടെ നിൽക്കാൻ പറ്റാത്തതിന് വിഷമം കണ്ണനുണ്ടായിരുന്നു. നമ്മളായിട്ട് ചെയ്തു കൊടുക്കേണ്ടതാണ് എല്ലാം, ഇപ്പോൾ അവളായിട്ട് എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അവളെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. വൈകുന്നേരം നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ദീപിക ആകട്ടെ ട്രാഫിക്കിൽ കുടുങ്ങി പോയിട്ട് റെസ്റ്റോറന്റിൽ എത്താൻ 15 മിനിറ്റ് ലേറ്റ് ആകുന്നു. കിഷോറും അവന്റെ അമ്മയും ആന്റിയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ലേറ്റ് ആയതിൽ കിഷോറിന്റെ അമ്മയ്ക്കും കിഷോറിനും വലിയ പ്രശ്നമില്ല. എന്നാൽ കിഷോറിന്റെ ആന്റിക്ക് കുറച്ച് ദേഷ്യം വരുന്നു. ഞങ്ങൾ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ അതിന്റെ സോറിയും പറയുന്നുണ്ട്. അവൾ കിഷോറിന്റെ ജോലിയെ പറ്റിയും കിഷോർ അവളുടെ ജോലിയെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അവൾ കമ്പനിയിൽ നല്ലൊരു പൊസിഷനിലാണ്, അവളുടെ കമ്പനിയും നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ കമ്പനിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് അവൻ പുതിയ കമ്പനി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹത്തിന് ശേഷം നിന്റെ പ്ലാൻ എന്താണെന്ന് ആന്റി ചോദിക്കുന്നു. നീ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ടെന്ന്. അത് ആന്റിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അവരാണെങ്കിൽ അവളുടെ കളറിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. കിഷോറിന്റെ അമ്മ പറയുന്നുണ്ട് ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇതിനേക്കാളും കളർ ഉണ്ടായിട്ട് തോന്നി. കിഷോറിന്റെ കളർ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ അത്ര കളറില്ല. ആന്റി പറയുന്നുണ്ട് ഫിൽറ്റർ ഒക്കെ ഇട്ടിട്ട് വെളുപ്പിച്ചായിരിക്കുമെന്ന്. ദീപയ്ക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നാലും അവളൊന്നും പുറത്ത് കാണിച്ചില്ല. കുറച്ച് കഴിയുമ്പോൾ ആന്റി ചോദിക്കുന്നുണ്ട് നിന്റെ കാസ്റ്റ് ഏതാണെന്ന്. തന്റെ അമ്മയുടെ കാസ്റ്റും തന്റെ അച്ഛന്റെ കാസ്റ്റും വേറെ വേറെ ആയിരുന്നു. അമ്മയുടെ കാസ്റ്റ് കുറച്ച് കൂടിയ കാസ്റ്റ് ആയിരുന്നു, എന്നാൽ അച്ഛന്റെ കാസ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടി ലോ ആയിരുന്നു. കിഷോർ ആണെങ്കിൽ ലോ കാസ്റ്റ് തന്നെയാണ്, എന്നാൽ അവരെക്കാളും ലോ കാസ്റ്റ് ആയിരുന്നു അവളുടെ അച്ഛൻ. അത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ കിഷോറിന്റെ പ്രൊഫൈലിലെ കാസ്റ്റ് ഒരു പ്രശ്നമില്ലാന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ഒരു അലയൻസ് ഇവിടെ വരെ എത്തിച്ചെന്ന് ദീപിക പറയുന്നു. കിഷോറും പറയുന്നുണ്ട് അത് ശരിയാണ്, പിന്നെന്താ പ്രശ്നമെന്ന് അവൾ ചോദിക്കുന്നു. അവരാകട്ടെ ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്റെ ബോസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ദീപികയുടെ മനസ്സിലേക്ക് വരുന്നു. കെട്ടാൻ പോകുന്ന ചെക്കന്റെ അമ്മയാണെങ്കിൽ അവനെക്കാളും കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ അപ്പത്തിന് നീ അവനെ രജിസ്റ്റർ ചെയ്യുന്നതാണ്
നല്ലത്. ആ ആന്റി ഇവളോട് പറയുന്നുണ്ട് ഞങ്ങൾ ആലോചിച്ചിട്ട് മറുപടി വരാമെന്ന്. അത് കേട്ടതും അവൾ പറയുന്നുണ്ട് ഒരു കാര്യം കൂടി ഉണ്ട്, ഞാനൊരു 3 മാസത്തിൽ യുഎസിലേക്ക് ഷിഫ്റ്റ് ആകും, അതുകൂടി ആലോചിച്ചിട്ട് നിങ്ങൾ മറുപടി വന്നാൽ മതി. എന്നിട്ട് അവൾ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കിഷോർ പുറകെ വന്ന് അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്റെ അച്ഛനെ പറ്റിയും എന്റെ കാസ്റ്റിനെ പറ്റിയും നിന്റെ മോശമായിട്ട് സംസാരിക്കാൻ നിങ്ങളുമായിട്ട് എനിക്കൊരു ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ പോകുന്നു. റൂമിലെത്തി അവളാകട്ടെ തന്റെ പഴയ പ്രണയത്തെ പറ്റി ആലോചിക്കുന്നുണ്ട്. അന്ന് അവളുടെ പ്രണയത്തെ അവളുടെ അച്ഛൻ എതിർക്കാൻ കാരണം ആ ഒരു പയ്യന് ഒരു ജോലി ഉണ്ടായിരുന്നില്ല, ഫിനാൻഷ്യലി ഒട്ടും തന്നെ സ്റ്റേബിൾ ആയിരുന്നില്ല. അവൾ ഓൾറെഡി ജീവിച്ചു വന്ന സാഹചര്യം ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ ആയിരുന്നല്ലോ. അതുകൊണ്ട് അവൾ വിവാഹം കഴിഞ്ഞാലും സന്തോഷത്തോടെ ജീവിക്കണമെന്നായിരുന്നു അവളുടെ അച്ഛൻ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ടൈം കൊടുത്തിട്ടാണെങ്കിലും ജോലിയൊന്നും കണ്ടെത്താൻ കഴിയാത്ത ആ ഒരു പയ്യനെ അവൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാതിരുന്നത്. വീട്ടിൽ വിളിച്ച് ഈ കല്യാണം ശരിയായില്ല എന്ന് അവൾ പറയുന്നു. എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് പയ്യൻ പിന്നെ ഓക്കെയാണ്, പക്ഷെ ഫാമിലിയാണ് പ്രശ്നമെന്ന്. അത് അങ്ങനെയൊക്കെ ആയിരിക്കും, അതിന്റെ പേരിൽ റിജക്ട് ചെയ്യാൻ നിൽക്കണ്ടെന്നാണ് അവളുടെ അച്ഛൻ പറയുന്നത്. എന്നാൽ പയ്യനും ചെറിയ രീതിയിൽ പ്രശ്നമുണ്ടെന്ന് അവൾ പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഓരോ പയ്യന്മാരെ ഇങ്ങനെ റിജക്ട് ചെയ്താൽ ശരിയാവില്ല, നിനക്ക് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ദേഷ്യമെന്ന് അവൾ പറയുന്നുണ്ട് ഞാൻ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കും അറിയാം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചെങ്കിലേ എനിക്ക് ഈ ലോൺ അടിച്ച് തീർക്കാൻ പറ്റൂ. അതിന് കെട്ടാൻ പോകുന്ന ചെക്കന്റെ വീട്ടിലും എന്നെ ജോലിക്ക് വിടാൻ തയ്യാറായിരിക്കണം, അല്ലാതെ അച്ഛൻ സ്വത്തൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ചെങ്കിലും വെയിറ്റ് ചെയ്തേ പറ്റുമെന്ന് അവൾ പറയുന്നുണ്ട്. ഇവിടെ ദേഷ്യത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കണ്ണനാണെങ്കിൽ ആകെ തകർന്നുപോയി. ആ ദേഷ്യത്തിൽ അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റായി എന്നും ഒരു നിമിഷം ദീപികയ്ക്ക് തോന്നുകയാണ്. പക്ഷെ കണ്ണൻ തന്റെ വിഷമം ഒന്നും തന്നെ പുറത്ത് കാണിക്കാതെ ആഹാരം കഴിച്ചിട്ട് അവിടെ എഴുന്നേറ്റ് പോവുകയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ണൻ ഹാപ്പി ആയിരുന്നില്ല, ദീപികയും ഹാപ്പി ആയിരുന്നില്ല. പിറ്റേന്ന് രാവിലെ കമലയാകട്ടെ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് വീടിന്റെ ഫ്രണ്ടിലേക്ക് വരുന്നു. ബ്രൗണിയും അവരുടെ കൂടെ തന്നെയുണ്ട്. അതേ തെരുവിൽ തന്നെയായിരുന്നു ആ ഇലക്ട്രിസിറ്റി ഓഫീസർ താമസിക്കുന്നത്. അയാൾ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് വെള്ളം തീർന്നു പോവുകയാണ്. ജോലിക്കാരനോട് മോട്ടോർ ഉണക്കാൻ വേണ്ടി പറയുന്നുണ്ട്. മോട്ടർ ഇട്ടതും പവർ കൂടിയിട്ട് നമ്മുടെ കമല നിന്ന് ആ ഒരു സ്ഥലത്തുള്ള പോസ്റ്റ് ഉണ്ടല്ലോ അതിന്റെ ഒരു ലൈൻ പൊട്ടുന്നുണ്ട്. അത് നേരെ പോയി തട്ടുന്നത് നമ്മുടെ ബ്രൗണിയുടെ ദേഹത്തായിരുന്നു. സ്പോട്ടിൽ തന്നെ നമ്മുടെ ബ്രൗണിയാണ് മരിച്ചു. ബഹളം കേട്ട് ഓടി വന്ന ദിനേശ് ആണെങ്കിൽ ആ കാഴ്ച കണ്ട് തകർന്നുപോയി. അവൻ ആകെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. പലതവണ പറഞ്ഞിട്ടുണ്ട് ദാ ഇവിടെ ഈ ലൈനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അതാണെങ്കിൽ ആരും ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എന്റെ നായ പോയില്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ കരയുകയായിരുന്നു. ദേഷ്യത്തിൽ അവനാണെങ്കിൽ അവിടെ നിന്ന് നേരെ പോകുന്നത് ആ ഒരു ഇലക്ട്രിസിറ്റി ഓഫീസിലേക്കാണ്. കംപ്ലൈന്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ ബഹളം ഉണ്ടാക്കുന്നു. ഇലക്ട്രിസിറ്റി ഓഫീസർ എത്താത്ത കാരണം അവനാണെങ്കിൽ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. കുറെ കഴിഞ്ഞ് അയാൾ എത്തിയപ്പോഴാകട്ടെ അവൻ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്റെ നായ മരിച്ചു പോയി, എനിക്ക് കംപ്ലൈന്റ് എന്നേ പറ്റത്തുള്ളൂ. എന്നാൽ ഒരു നായ എത്തിന് നീ എന്താണ് ബഹളം ഉണ്ടാക്കുന്നത് അയാൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് അതിന്റെ തൊട്ടടുത്ത് എന്റെ അമ്മ ഉണ്ടായിരുന്നു, ആ കമ്പി എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നെങ്കിൽ എന്റെ അമ്മയും മരിച്ചു പോയേനെ. എന്റെ നായെ ഞാൻ ഒരുപാട് സ്നേഹിച്ചാണ് വളർത്തിയത്, അതിന് നഷ്ടപ്പെട്ടുകൊണ്ട് എനിക്ക് എന്തായാലും കംപ്ലൈന്റ് ചെയ്തേ പറ്റൂ. എന്നാൽ ഒരു നായത്തിന് നീ കംപ്ലൈന്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല, ഒന്ന് പോയാൽ മറ്റൊന്ന്, അത്രേ ഉള്ളൂ എന്നാണ് അയാൾ പറയുന്നത്. ദേഷ്യം വന്ന് അവൻ ബഹളം വെക്കാൻ തുടങ്ങി. നിങ്ങളെ കൊല്ലുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആള് കൂടി പോലീസിനെയൊക്കെ വിളിക്കുന്നു. ഇവരെ പറഞ്ഞിട്ട് കമലയും കണ്ണനും അവിടേക്ക് എത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ബഹളമായി. ഓഫീസർ വായിൽ വന്ന കാര്യങ്ങളൊക്കെ ഇവരെ വിളിച്ചു പറയുന്നുണ്ട്. അയാളുടെ വായിൽ നിന്ന് മോശവാക്കുകളൊക്കെ വീണ് കണ്ടിട്ട് അവൻ പറയുന്നുണ്ട് എന്റെ അമ്മയോട് നിങ്ങൾ സോറി പറഞ്ഞെങ്കിലേ പറ്റുമെന്ന്. നിന്റെ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ വേലക്കാരി പോലെ ഇരിക്കുന്നതെന്ന് പറയുന്നു. എനിക്കൊന്നും സോറി പറയാൻ പറ്റില്ലെന്ന് അയാൾ പറയുകയാണ്. തന്റെ ഭാര്യയെ കുറിച്ച് ഇങ്ങനെ ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് കണ്ണനാകട്ടെ നേരെ പോയി അയാളുടെ മുഖത്തേക്ക് അടിക്കുകയാണ്. പ്രശ്നം വഷളായോട് തന്നെ നമ്മുടെ രഘു ആണെങ്കിൽ അവിടേക്ക് എത്തുന്നുണ്ട്. അവരുടെ പാർട്ടി നേതാവും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് സംസാരിക്കുകയാണ്. തെറ്റ് ഇലക്ട്രിസിറ്റി ഓഫീസറുടെ ഭാഗത്താണ്. അടുത്തുള്ള വീടുകളെല്ലാം തന്നെ AC വന്നിട്ട് എല്ലാവരും ഉപയോഗം കൂട്ടിയിട്ടും ട്രാൻസ്ഫോമറുടെ എണ്ണം കൂട്ടിയിട്ടില്ല. ഓവർലോഡ് ആയിട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടും ആ ഒരു ഓഫീസറിനാണെങ്കിൽ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടിട്ട് പാർട്ടി നേതാവാട്ടെ തങ്ങളുടെ കൂട്ടത്തിലുള്ള വിനോദ് എന്ന് പറയുന്ന ഒരാളെ വിളിക്കാൻ വേണ്ടി പറയുന്നു. ചെറുപ്പത്തിൽ വയലന്റ് ആയിട്ട് കുട്ടികളൊക്കെ എടുത്തിട്ട് അടിക്കുന്ന ഒരു പയ്യനെ നമ്മൾ കണ്ടിരുന്നില്ലേ, അവൻ തന്നെയായിരുന്നു ഇത്. ഇപ്പോൾ വളർന്നു വലുതായി പാർട്ടിക്ക് വേണ്ടിയിട്ട് പല പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്, കൊലപാതകം വരെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവനെ കണ്ടത് പേടിച്ചിട്ട് ആ ഒരു ഓഫീസർ ആണെങ്കിൽ ട്രാൻസ്ഫോമറുകളൊക്കെ വെച്ചുകൊള്ളാമെന്ന് സമ്മതിക്കുന്നു. പ്രശ്നത്തിന് പരിഹാരം കണ്ട സ്ഥിതിക്ക് ഇനി നീ ഇവിടെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു പാർട്ടി നേതാവ് ദിനേശിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. നിന്റെ സന്തോഷത്തിന് വേണമെങ്കിൽ ബ്രൗണിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ശില തന്നെ സ്ഥാപിക്കാം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ദീപികയ്ക്കാണെങ്കിൽ US-ലേക്ക് പോകാനുള്ള വിസ ഇല്ല തന്നെ വന്നു. അവളുടെ ബോസിനോട് ചോദിക്കുന്നുണ്ട് എന്നെ പോലെ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് തരാനുണ്ടോ എന്ന്. അവളുടെ ബോസ് പറയുന്നത് നിനക്ക് കല്യാണം കഴിക്കുന്ന നിർബന്ധമുണ്ടോ? അങ്ങനെയൊന്നുമില്ല, വീട്ടിൽ പ്രഷർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം നീ കല്യാണം കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിച്ചാലും മതി, ഹാപ്പി ആയിരിക്കണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നല്ല പറ്റിയ ഒരാളെ കെട്ടണം, എന്നാൽ മാത്രം വിവാഹം കഴിക്കുക. കരിയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഈ ബോസിന്റെ ലൈഫിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അവരെ ഒരുപാട് ടോർച്ചർ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അവർ അവസാനം ഡിവോഴ്സ് ആവുകയും ചെയ്തു. നിങ്ങളിപ്പോൾ ലൈഫിൽ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് അവൾ ബോസിനോട് ചോദിക്കുമ്പോൾ ബോസ് പറയുന്നുണ്ട് സമാധാനമുണ്ട്, അത് തന്നെയാണ് വലുത്. ഇവിടെ നമ്മുടെ ദിനേശിനോട് ആ വിനോദ് ചോദിക്കുന്നുണ്ട് നിന്റെ ഭാവി പരിപാടികളൊക്കെ എന്താണെന്ന്. കോളേജിൽ പോകാൻ പോവുകയാണെന്ന് അവൻ പറയുന്നു. അത് കേട്ടിട്ട് വിനോദ് പറയുന്നുണ്ട് നിന്റെ അച്ഛനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അയാൾ ആ കുപ്പ ഇറക്കിയിട്ടാണെങ്കിലും നിന്റെ ചേച്ചിയെ പഠിപ്പിച്ചില്ലേ, അവൾ ഇപ്പോൾ US-ലേക്ക് പോകാൻ പോവുകയല്ലേ. അതേ എന്ന് ദിനേശ് പറയുന്നു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അവൻ പറയുന്നുണ്ട്,
ചോദിക്കുന്നുണ്ട്, എന്റെ അച്ഛൻ എന്തിനാ കുപ്പവർക്ക് ജീവിക്കുന്നതൊക്കെ പറയുന്നത്? എന്റെ അച്ഛൻ ഓട്ടോ ഓടിയാണ് ജീവിക്കുന്നത്. എന്നാൽ അത് കേട്ടിട്ട് വിനോദ് പറയുന്നുണ്ട്, നിന്റെ അച്ഛനെ കുറിച്ച് നിനക്ക് അറിയില്ലേ? എന്ന് രാവിലെ അയാൾ പോകുന്നത് ഓട്ടോ ഓടാൻ മാത്രമല്ല, രാവിലെ കോർപ്പറേഷന്റെ വക അയാളാണെങ്കിൽ വേസ്റ്റ് വർക്കുന്ന ജോലിയും ചെയ്യാറുണ്ട്. അത് കേട്ടതും ദിനേശ് ആണെങ്കിൽ ഒന്ന് ഞെട്ടി. തന്റെ അച്ഛന് വേസ്റ്റ് വരാൻ പോകുന്നു എന്നുള്ള കാര്യം അവൻ അറിയില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേര് കഷ്ടപ്പെട്ട് ഒരു നിലയിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് വിനോദ് പറയുന്നു. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്റെ അച്ഛൻ തന്നെയാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്. അയാൾ കാരണമാണ് ഞാൻ ഈ കൊലപാതകങ്ങൾ പോലും ചെയ്തത്. തന്റെ അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കിയ ദിനേശിന് പിന്നീട് അവന്റെ അച്ഛനെ ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അയാളെ അവൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരു സോറി പറയണമെന്ന് പോലും മനസ്സിലാഗ്രഹമുണ്ടെങ്കിലും അതൊക്കെ കുറച്ച് ക്രിഞ്ചായി പോകുമെന്ന് വിചാരിച്ച് അവനൊന്നും മിണ്ടാതിരുന്നു. എല്ലാ രീതിയിലും മാനസികമായിട്ട് കാണാനാണെങ്കിൽ ഒരുപാട് വിഷമത്തിലായിരുന്നു. ബ്രൗണിയുടെ മരണവും അയാളുടെ മനസ്സിനെ വേദനിപ്പിച്ചു. അന്ന് അയാൾ ഗെയിലിനെയും കൂട്ടി മദ്യപിക്കാൻ വേണ്ടി പോവുകയാണ്. അയാൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പായിട്ട് ദീപികയാണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൾ അമ്മയോട് തന്റെ വിഷമങ്ങൾ പറയുന്നു. ഞാൻ അച്ഛനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ആ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ്. എനിക്ക് എല്ലായിടത്തു നിന്നും പ്രഷറാണ്. നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നു. ആ കാണാൻ പോയ ചെക്കന്റെ വീട്ടുകാരാകട്ടെ കാസ്റ്റിന്റെ കാര്യവും അതും ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്തു. ഈ പ്രഷറെല്ലാം കൂടി എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ ദേഷ്യം വന്നത്. എന്നാൽ കമലം പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെടുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. ഞങ്ങൾക്ക് കിട്ടാത്ത എല്ലാം നിങ്ങൾക്ക് കിട്ടണമെന്നുള്ള കാര്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിനക്ക് ഇത്രയും വിദ്യാഭ്യാസം ഇല്ലേ? നിനക്ക് സന്തോഷം തരുന്ന എന്താണോ അത് നീ ചെയ്താൽ മതി. നിന്റെ ലൈഫിലേക്ക് നല്ല ഏതെങ്കിലും ഒരു പയ്യൻ വരും. ആരെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വേണം ഇരിക്കാൻ. നിന്റെ അച്ഛൻ എന്നെ നല്ലപോലെയാണ് നോക്കിയത്. എനിക്കധികം കുറവുകളൊന്നും ഇതിനെ വരുത്തിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകൾ ഒരു ദിവസം മദ്യപിച്ച് വന്നപ്പോൾ ഞാൻ ദേഷ്യത്തിൽ എന്റെ വീട്ടിലേക്ക് പോയി. അതിനുശേഷം ഒരു തവണ പോലും നിന്റെ അച്ഛൻ മദ്യപിച്ചിട്ടില്ല. അങ്ങനെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കണ്ണനാണെങ്കിൽ മദ്യപിച്ചിട്ട് വരുന്നു. ദീപികയെ കണ്ടതും കണ്ണൻ പറയുന്നത്, ഞാൻ പുറത്ത് കിടന്നോളാം, നിങ്ങൾ അകത്ത് കിടന്നു. ഞാൻ അകത്തേക്ക് വന്നാലേ ശരിയാകില്ല എന്നൊക്കെ പറഞ്ഞ് ദീപിക പറയുന്നു, അതൊന്നും കുഴപ്പമില്ല, അച്ഛൻ വരാൻ. അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. അവള് തന്റെ അച്ഛനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്നും സമ്പാദിച്ചു വെക്കാതിന്റെ പേരിൽ അയാൾക്കാണെങ്കിൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. ഞാനെന്ന് പറഞ്ഞൊന്നും തന്നെ അച്ഛൻ കാര്യമാക്കണ്ട എന്നും ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോയതാന്നൊക്കെ അവള് പറയുന്നുണ്ട്. പതിയെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വിഷമങ്ങളൊക്കെ പറയുകയാണ്. ദീപികയോട് ദിനേശ് ആണെങ്കിൽ താൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അവളിപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. നീ അതൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കാൻ നോക്കുന്നതാണ് അവള് പറയുന്നത്. അതിനിടയ്ക്ക് ആ ഒരു പിക്കളകൾ വന്നിട്ട് ദീപികയുടെ അമേരിക്കയിൽ പോകുന്നതിനെ പറ്റിയൊക്കെ ചോദിക്കുന്നു. ബാംഗ്ലൂരിൽ പോയപ്പോൾ നീ ഒറ്റയ്ക്കായിരുന്നു. നീ ഇനി അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ നിന്റെ അച്ഛനും ടെൻഷൻ ആയിരിക്കും. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോയി നിൽക്കുമ്പോൾ പലരും പലതും പറയും. ദേഷ്യം വന്ന് അവളാകട്ടെ അയാളുടെ വണ്ടിയുടെ ചാവിയാണ് വലിച്ചൂരി എടുക്കുന്നു. എന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, അച്ചാർ ഒഴിക്കാൻ വന്നാൽ അച്ചാർ ഇട്ടിട്ട് പോയാൽ മതി കേട്ടോ, അല്ലാതെ കൂടുതൽ കാര്യങ്ങളും സംസാരിക്കാൻ നിൽക്കണ്ട എന്ന്. അവൾ അങ്ങനെ പറഞ്ഞതോടെ തന്നെ പിന്നെ അയാളാണെങ്കിൽ ആ ഒരു ഏരിയയിലോട്ടേ വന്നിട്ടില്ല. ദീപിക കണ്ണനോട് പറയുന്നുണ്ട്, ക്യാബ് ഒന്നും ഓടിക്കാൻ നിൽക്കണ്ട, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. അതുകൊണ്ട് കണ്ണനാണെങ്കിൽ പിന്നെ ക്യാബ് ഓടിക്കാനൊന്നും പോയില്ല. തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു സ്കൂട്ടർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഓണറിനെ വിളിച്ചിട്ട് ദിനേശ് ചോദിക്കുന്നുണ്ട്, ഈ വണ്ടി ഞാൻ എടുത്തോട്ടെ എന്ന്. അവർ സമ്മതം കൊടുത്തോടു കൂടി തന്നെ ദിനേശ് ആണെങ്കിൽ അത് ശരിയാക്കിയിട്ട് ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്ത് ദീപിക പറഞ്ഞ പ്രകാരം അവനാണെങ്കിൽ പ്രോഗ്രാമിംഗ് പഠിക്കുന്നു. അങ്ങനെ ദീപിക യുഎസിലേക്ക് പോകുന്ന ദിവസം എത്തി. അന്ന് രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു. ഫാമിലി ആയിട്ട് അവർ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിയുന്ന അവസാനത്തെ ദിവസമായിരുന്നു അത്. ദീപിക യുഎസിൽ ചെന്ന് കഴിഞ്ഞാൽ അവളുടെ കല്യാണം മിക്കവാറും അവിടെ ചെന്നായിരിക്കും നടക്കുക. അവൾക്ക് പറ്റിയ ചെക്കനെയൊക്കെ തന്നെ അവർ നോക്കി വെച്ചിട്ടുണ്ട്. നമ്മളിൽ പലർക്കും അവസാനമായിട്ട് നമ്മുടെ സ്വന്തം ഫാമിലി മാത്രമായിരുന്നിട്ട് ആഹാരം കഴിച്ച ദിവസം ഓർമ്മയുണ്ടാകില്ല. അന്ന് എന്താണ് കഴിച്ചതെന്ന് പോലും ഓർമ്മയുണ്ടാകില്ല. ഇവിടെ ഈ ഒരു ഫാമിലി അതെല്ലാം തന്നെ എൻജോയ് ചെയ്യുകയായിരുന്നു. ദീപിക പറയുന്നുണ്ട്, എയർപോർട്ടിലേക്ക് പോകാൻ ക്യാബ് ഒന്നും ബുക്ക് ചെയ്യേണ്ടതെന്ന്, ഓട്ടോയിൽ തന്നെ പോകാമെന്ന്. ലഗേജ് വെക്കാൻ വേണ്ടിയിട്ട് ഗെയിലിന്റെ ഓട്ടോയും വിളിച്ചു. ഇറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ദീപികയാണെങ്കിൽ ഗെയിലിനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ കോർപ്പറേഷനിൽ വേസ്റ്റ് കളയാൻ പോകാറുണ്ടായിരുന്നു എന്ന്. ഗെയിലാണെങ്കിൽ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അയാളുടെ മുഖത്ത് നിന്നും അവൾക്ക് മനസ്സിലായി തന്റെ അച്ഛനാണെങ്കിൽ ആ ഒരു ജോലി ചെയ്തിരുന്നു എന്ന്. അങ്ങനെ ഇവർ 4 പേരും ഒരു ഓട്ടോയിൽ പോവുകയാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ ചില കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. വീട് മാത്രം ലോകമായി കണ്ട കമല, അവൾക്ക് വേറെ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തന്റെ കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ എത്തിക്കണം. അയാൾക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാവും പകലും കഷ്ടപ്പെട്ട് പണിയെടുത്ത കണ്ണൻ, അയാൾക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തനിക്ക് നഷ്ടപ്പെട്ടതും തനിക്ക് നേടിയിട്ടും കഴിയാത്തതെല്ലാം തന്നെ തന്റെ മക്കൾക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹമായിരുന്നു അയാൾക്ക്. തന്നെ കൂടെ ലൈഫിൽ അധികം മുന്നേറാൻ പറ്റിയില്ല. അത് അയാൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ആ അവസ്ഥ തന്റെ മക്കൾക്ക് വരാൻ പാടില്ലായിരുന്നു. അതായിരുന്നു അയാളുടെ ലക്ഷ്യവും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.